വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 12 മുതൽ 19 വരെ തിരുവചനങ്ങൾ. ബർക്കുമോർ. അടുത്ത ദിവസം പെരുന്നാളിന് വന്നിരുന്ന വലിയ പുരുഷാരം യേശു യെരൂശലേമിലേക്ക് വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ അവർ ദക്കല കൊമ്പുകൾ എടുത്ത് തന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു. അവർ ഇങ്ങനെ ആർത്തട്ടഹസിച്ചു പറഞ്ഞു: ഓശാന, ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. യേശു ഒരു കഴുതയെ കണ്ടെത്തി അതിന്മേൽ കയറിയിരുന്നു. സെഹിയോൻ പുത്രി, നീ ഭയപ്പെടേണ്ട. കണ്ടാലും നിന്റെ രാജാവ് കഴുതക്കുട്ടിമേൽ വാഹനമേറി നിങ്ങളിലേക്ക് വരുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന പ്രകാരം തന്നെ. ആ സമയത്ത് തൻ്റെ ശിഷ്യന്മാർ അത് ഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ യേശു മഹത്വപ്പെട്ട ശേഷം തന്നെക്കുറിച്ച് ഇവ എഴുതപ്പെട്ടിരുന്നുവെന്നും അവർ തന്നോട് അപ്രകാരം പ്രവർത്തിച്ചുവെന്നും അവർ ഓർത്തു. തന്നോട് കൂടെ ഉണ്ടായിരുന്ന ആ പുരുഷാരം താൻ ലാസറിനെ കല്ലറയിൽ നിന്നും വിളിച്ച് മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവനെ ഉയർപ്പിച്ചു എന്നതിന് സാക്ഷ്യം വഹിച്ചു. തന്മൂലം താൻ ഈ അത്ഭുതം പ്രവർത്തിച്ചു എന്ന് കേട്ടിട്ട് വലിയ പുരുഷാരം തന്നെ എതിരേൽപ്പാൻ വന്നു. എന്നാൽ പരീശരാകട്ടെ, നിങ്ങൾക്ക് ഒന്നും സാധിക്കുന്നില്ല എന്ന് നിങ്ങൾ കാണുന്നില്ലയോ? ഇതാ, ലോകമെല്ലാം അവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു എന്ന് പരസ്പരം പറഞ്ഞു. കൃപയോടെ ഇറങ്ങി വന്ന് വിനയത്തോടെ കഴുതപ്പുറത്ത് കയറിയവനായ മെശിഹാ തമ്പുരാനെ, പൈതങ്ങളോടുകൂടെ നിന്നെ മഹത്വപ്പെടുത്തുവാനായിട്ട് പാപമൊഴുകലിൽ നിന്ന് ഞങ്ങളെ കരയറ്റണമേ. ആമേൻ.